നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുറേ അധികം വീഡിയോസിൽ ഞാൻ മിക്സറിൽ നിന്ന് നേരിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് പലർക്കും അത് വ്യക്തമായിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് കുറേ അധികം മെസ്സേജുകളും കോളുകളും ഒക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നുകൂടെ വ്യക്തമാകുന്ന രീതിയിൽ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഡൈനാടെക്കിൻ്റെ MDX24 എന്ന് പറയുന്ന 24 ചാനൽ മിക്സറാണ്. ഡൈനാടെക്കിൻ്റെ തന്നെ 12 ചാനലിൻ്റെ 16 ചാനലിൻ്റെ മിക്സറുണ്ട്. ഇതിലെല്ലാം തന്നെ ഈ കാണിക്കാൻ പോകുന്ന മെത്തേഡ് സെയിം ആണ്. അപ്പോൾ USB ഔട്ട് എടുക്കാൻ കഴിയുന്ന മിക്സറുകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാ മിക്സറിൽ നിന്നും ചിലപ്പോൾ ഇത് വർക്കാകണമെന്നില്ല. പക്ഷേ ഡൈനാടെക്കിൻ്റെ മിക്സറുകളിൽ ഉറപ്പായിട്ടും ഇത് വർക്കാകും. മറ്റ് മിക്സറുകളാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ മെത്തേഡ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. 100% അതങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഡൈനാടെക്കിലാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അത് 100% വർക്കാണ്. നിങ്ങളുടെ കയ്യിരിക്കുന്ന മിക്സറിൽ നിന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡൈനാടെക്കിൻ്റെ മിക്സറിൽ നിന്ന് എങ്ങനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇത് ഡൈനാടെക്കിൻ്റെ MDX24 എന്ന് പറയുന്ന മിക്സറാണ്. ഇതേപോലെ തന്നെ MDX12 ഉണ്ട്, MDX16 ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാം സെറ്റിങ്സുകളും കാര്യങ്ങളും എല്ലാം ഒരേപോലെ തന്നെയാണ്. ഇവിടെ ചാനൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഈ 24ൽ 24 ചാനലും MDX16ൽ 16 ചാനലും MDX12ൽ 12 ചാനലും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് മൊബൈൽ ഫോൺ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട്. ഇതാണ് ആ മൊബൈൽ ഫോൺ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് അതിൻ്റെ താഴെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചാർജിങ് പോർട്ട് മാത്രമേ ഉള്ളൂ. ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാണ്ട് സെപ്പറേറ്റ് ഒരു പോർട്ട് ഇതിന് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ മേൽവശത്തോട്ട് വന്നു കഴിഞ്ഞാലും അങ്ങനെ ഒരു പോർട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇതേപോലുള്ള മൊബൈൽ ഫോണുകളാണെങ്കിലാണ് നമുക്ക് ഈ മിക്സറിൽ നിന്ന് വളരെ എളുപ്പത്തിൽ റെക്കോർഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 1-2 സാധനങ്ങളും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കണം. ഇതേപോലത്തെ ഏത് മൊബൈൽ ഫോണാണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് റെക്കോർഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കേബിൾ വേണം. ഇതാണ് ആ കേബിൾ. ഒരു സൈഡിൽ USB ടൈപ്പ് എയും മറ്റേ സൈഡിൽ USB ടൈപ്പ് ബിയും വരുന്ന ഇതേപോലത്തെ കേബിളാണ്. ഇത് സാധാരണ നമ്മുടെ പ്രിൻ്ററിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് കേബിളുകളാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു 5 മീറ്ററിൻ്റെ കേബിളാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം. 5-10 മീറ്റർ നമ്മുടെ മിക്സറും നമ്മൾ വീഡിയോ എടുക്കുന്ന ആ സ്ഥലവുമായിട്ട് എന്തുമായിട്ട് ഡിസ്റ്റൻസ് വേണമെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നീളമുള്ള കേബിൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ മൊബൈൽ ഫോണിലേക്ക് ഈ കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു OTG കണക്ടറും കൂടെ വേണം. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കണക്ടർ എന്തിനാണ് ഈ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ നേരെ ഉള്ള കണക്ടറും ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ USB ടൈപ്പ് എ കണക്ട് ചെയ്യുന്നു, ഇവിടുന്ന് മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നു, അങ്ങനത്തെ കണക്ടറുകളും ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കുന്നത് എനിക്ക് സ്റ്റാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരം കണക്ടർ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കുറച്ചുകൂടെ ഈസി ആയിട്ട് സ്റ്റാൻഡിലൊക്കെ വെച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. മിക്സറിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പവർ കേബിൾ കണക്ട് ചെയ്യുന്നതിന് തൊട്ട് മുകളിലായിട്ട് കണക്റ്റ് ദ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാം. അവിടെയാണ് നമ്മൾ ഈ കേബിളിൻ്റെ B പോർട്ട് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ആ കേബിളിൻ്റെ B പോർട്ട് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ അറ്റം എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ അഗ്രത്തേക്ക് നമ്മൾ ടൈപ്പ് C OTG കണക്ട് ചെയ്യണം. അപ്പോൾ ഞാനതൊന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ OTG ഇതേപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗമാണ് നമ്മൾ മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനതൊന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിത് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേബിൾ ഇതേപോലെ സൈഡിലേക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിലൊക്കെ മൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേബിൾ വളച്ച് വെക്കുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. ഇത് സൈഡിലേക്ക് നിന്നോളും. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇവിടെ ഞാനിപ്പോൾ ഈ മൊബൈൽ ഫോൺ ഒന്ന് ഓണാക്കുവാണ്. ഇതിനകത്ത് നമുക്ക് ഓഡിയോ ആയിട്ട് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യുക, അതേപോലെ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ ഈ റെക്കോർഡർ എന്നുള്ള ഇത് എടുത്തിട്ട് നമ്മൾ ഇവിടെ റെക്കോർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൈക്കിൽ കൂടി പറയുന്നത് എന്നാണോ അത് ഇവിടെ റെക്കോർഡ് ആകുന്നതായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഒന്ന് മൈക്കിൽ കൂടെ പറയുന്നത് ഇതിലൊന്ന് റെക്കോർഡ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നത് മൈക്കിലൂടെ ആയിരിക്കും. ഹലോ ചെക്ക് ഹലോ. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ സംസാരിക്കുന്ന അനുസരിച്ചിട്ട് മൊബൈൽ ഫോണിൽ അതിൻ്റെ ഗ്രാഫിന് വ്യത്യാസം വരുന്നത് കാണാം. ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കും ഇവിടെ റെക്കോർഡാകുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം.
നമ്മുടെ ഈ മിക്സറിൻ്റെ മെയിൻ ഫെയ്ഡർ, അതായത് ലെഫ്റ്റ് റൈറ്റ് മെയിൻ ഫെയ്ഡർ നമ്മൾ മുകളിലേക്ക് ഉയർത്തുന്നതനുസരിച്ചിട്ട് ഈ റെക്കോർഡാകുന്ന ശബ്ദത്തിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇത് ഏറ്റവും താഴെയാണ് കൊണ്ട് വച്ചിരിക്കുന്നതെങ്കിൽ വളരെ ചെറിയ സൗണ്ടിലായിരിക്കും റെക്കോർഡാകുന്നത്. ഇത് നമ്മൾ മുകളിലേക്ക് ഉയർത്തുന്നതനുസരിച്ചിട്ട് ഈ റെക്കോർഡിങ്ങിൻ്റെ ശബ്ദത്തിൽ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് വീഡിയോ ആണ് റെക്കോർഡ് ചെയ്യേണ്ടതെങ്കിൽ അതും ഇതിൽ സാധിക്കും. അത് ചെയ്യുവാനായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലെ ക്യാമറ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ മൊബൈൽ ഫോണിലെ ക്യാമറ ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. നമ്മളിവിടെ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോടൊപ്പം കിട്ടുന്ന ഓഡിയോ നമ്മുടെ മിക്സറിൽ നിന്ന് വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഫയൽ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോടൊപ്പം റെക്കോർഡാകുന്നത് ഈ മിക്സറിൽ നിന്ന് വരുന്ന ഓഡിയോ ഫയൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ഈ കേബിളുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലോട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഇതല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളും ഉണ്ട്. ചെറിയ മിക്സറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ USB ഔട്ടൊന്നും നമുക്ക് കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള മിക്സറിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കാണിച്ച ഈ മെത്തേഡ് ഒരുപാട് ആൾക്കാർക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ യൂട്യൂബിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. ഈ വീഡിയോകളെല്ലാം തന്നെ ഞാൻ ഫ്രീ ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.